ഇത്രയും കാലം പാളയം മാർക്കറ്റിന്റെ ഭരണം CPM ഗുണ്ടകളുടെ കയ്യിലായിരുന്നു. അതിനുവേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് CPM ആയിരുന്നു. CPM എന്ന പാർട്ടിയും അതോടൊപ്പം തന്നെ ഇത്രയും കാലം തിരുവനന്തപുരം നഗരസഭ CPM-ന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുണ്ടകൾക്കൊക്കെ നല്ല രസമായിരുന്നു. അവർക്ക് പാളയം മാർക്കറ്റിൽ കയറി അവരുടെ തോന്നിവാസം കാണിക്കാം, എന്ത് വൃത്തികേടും കാണിക്കാം. അതിനുള്ള എല്ലാ ലൈസൻസും പാർട്ടി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭരണം മാറിയപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP-യുടെ കയ്യിലേക്ക് എത്തിയതോടെ മുണ്ട് മടക്കിക്കുത്തി മേയർ VV രാജേഷ് തിരുവനന്തപുരം മേയറുടെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നേരെ പാളയം മാർക്കറ്റിലേക്ക് എത്തി. അവിടെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ക്ലീനാക്കി സർവ്വതും. ഇനി പാളയം മാർക്കറ്റിൽ ഒരൊറ്റ CPM-ലെ ഗുണ്ടകൾ പോലും ഇനി അവിടെ ഗുണ്ടാപ്പിരിവ് നടത്താനോ അല്ലെങ്കിൽ അവിടെ കച്ചവടം നടത്തുന്നവരുടെ കയ്യിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഗുണ്ടാപ്പിരിവ് നടത്താനായിട്ട് ഇനി ഒരാൾ പോലും, ഒരു ഗുണ്ടകൾ പോലും ഇനി അവിടേക്ക് എത്തില്ല. ഇത്രയും കാലം CPM-ന്റെ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ ബക്കറ്റ് പിരിവുമായിട്ട് CPM-ലെ കുറെ നേതാക്കളും കുറെ ഗുണ്ടകളും ഒക്കെ ഇറങ്ങി അന്നൊന്ന് അവിടെ അധ്വാനിച്ച് കച്ചവടമൊക്കെ നടത്തി കിട്ടുന്ന അവർക്കൊരു 1000-ഓ 2000-ഓ 3000-ഓ ഒക്കെ ആയിരിക്കും. ആ പൈസ എല്ലാം യുവമാരെ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകും. അതിൻ്റെയോടൊപ്പം തന്നെ ഗുണ്ടാപ്പിരിവും കൂടെ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. പരാതി പറയേണ്ടതൊക്കെ വർഷങ്ങളോളമായി പരാതി പറഞ്ഞിട്ടും അതിനൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല. അങ്ങനെയാണ് BJP തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഭരിക്കാനായിട്ട് എത്തിയപ്പോൾ ഒരു മാറ്റം അവിടെ വന്നത്. ഇനി വെറുതെ ഇരുന്നുകൊണ്ട് ഉമാർക്ക് ഇനി പൈസ പിരിക്കാനും പറ്റില്ല. കാരണം ആ പാളയം മാർക്കറ്റിന്റെ അവിടെ കാല് കുത്തിയാൽ ആ കാല് തല്ലി ഒടിക്കാൻ നമ്മുടെ BJP-യുടെ നേതാക്കന്മാർ അവിടെ നഗരസഭയിൽ തന്നെ ഇരുന്ന് എല്ലാം നോക്കുന്നുണ്ട്. ഇനി അവർക്ക് വല്ലതുമൊക്കെ കഴിക്കണമെങ്കിൽ, വല്ല പൈസയും വേണമെങ്കിൽ പണിയെടുത്തേ പറ്റൂ. നിലവിൽ മേയർ VV രാജേഷിന്റെ ഇടപെടലിലൂടെ പാളയം മാർക്കറ്റിലെ ഗുണ്ടാവളിയാട്ടം അവസാനിച്ചെന്ന് പാളയം മെർച്ചന്റ് അസോസിയേഷൻ കൂടി പറയുകയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ BJP വന്നതോടെ അതിനൊരു മാറ്റമുണ്ടായി. അങ്ങനെ ഇപ്പോൾ സമാധാനപരമായി കച്ചവടം നടത്താൻ പറ്റുന്നുണ്ടെന്ന് കച്ചവടക്കാരും ഒന്നടക്കം പറയുകയാണ്. നിയമപരമായി കോർപ്പറേഷന് നൽകേണ്ട പണം മാത്രം ഇനി നിങ്ങൾ നൽകിയാൽ മതിയെന്ന് VV രാജേഷ് കച്ചവടക്കാരോട് പറയുകയാണ്. അത് തുച്ഛമായ ഒരു തുകയാണ്. CPM ഗുണ്ടയായ പാളയം സന്തോഷിന്റെ നേതൃത്വത്തിൽ നടന്ന ഗുണ്ടാപിരിവിനും ആക്രമണത്തിനുമാണ് മേയർ VV രാജേഷ് ഒരു അവസാനം കുറിച്ചത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സന്തോഷ് പ്രതിയാണെന്നും അസോസിയേഷൻ സെക്രട്ടറി പറയുകയാണ്. പാളയം സന്തോഷ് ഇപ്പോൾ ഒളിവിലാണ്. അതായത് മുണ്ട് മടക്കി കുത്തി മേയർ ഇറങ്ങിയതോടുകൂടി പാളയം സന്തോഷ് ഇപ്പോൾ ഏതോ ഒരു പൊത്തിൽ ഒളിച്ചിരിക്കുകയാണ്. മിക്കവാറും CPM-ന്റെ പാർട്ടി ഓഫീസിന്റെ അകത്തായിരിക്കും പാളയം സന്തോഷം ഉണ്ടാകാനുള്ള സാധ്യത. പാളയം മാർക്കറ്റിൽ ഗുണ്ടാപ്പിരിവ് നടത്തുന്നുവെന്ന പരാതിയെ തുടർന്നാണ് മേയറും അതോടൊപ്പം തന്നെ നഗരസഭയും ഈ വിഷയത്തിൽ ഇടപെട്ടത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വലിയ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാളയം മാർക്കറ്റിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയത്. പാളയം സന്തോഷിന്റേതായിരുന്നു ഈ അനധികൃത കെട്ടിടങ്ങൾ. പഴയ കണ്ണന്മാറ മാർക്കറ്റിന്റെ നവീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വ്യാപാരികൾക്ക് സമീപത്ത് തന്നെ പകരം കെട്ടിടം ഒരുക്കിയിരുന്നു. ഇതിനോട് ചേർന്നാണ് പാളയം സന്തോഷ് അനധികൃതമായ കെട്ടിടം നിർമ്മിച്ച് വാടകയ്ക്ക് നൽകിയത്. ഇതുകൂടാതെ കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തി ദിവസവും പണം വാങ്ങുന്നതും പതിവായിരുന്നു. മേയറുടെ ഇടപെടലോടെയാണ് ഇതിനൊരു അവസാനമായത്. കോടിയുടെ നിർമ്മാണം, അതായത് കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സ്മാർട്ട് സിറ്റി പദ്ധതി വഴി നഗരസഭ മുൻ ഭരണസമിതി നടത്തിയത്. ഇവിടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടത്തിയത്. വെന്റിലേഷൻ പോലും സ്ഥാപിച്ചിട്ടില്ല എന്നത് ഗുരുതരമായ ഒരു ലംഘനമാണ്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായാൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് ആ ഓസ് വെന്റിലേഷനിൽ കൂടെ ഇറക്കിയെങ്കിലും അവർക്ക് അവിടുത്തെ വെള്ളത്തിൽ തീയുടെ ഒരു തോത് കുറയ്ക്കാം. പക്ഷെ അതിനുള്ള ഒരു വെന്റിലേഷൻ സൗകര്യം പോലും അവിടെ ഇല്ല. കൂടാതെ അവിടെ ഒരു 5 പേർ നിന്നാൽ പോലും ശ്വാസതടസ്സം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോർപ്പറേഷന് ലഭിക്കേണ്ട കോടികളാണ് ഇതിലൂടെ നഷ്ടമായത്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് മേയർ പറയുന്നത്. കെട്ടിടങ്ങൾ കച്ചവടത്തിന് അനുയോജ്യമല്ല എന്ന് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ നമുക്ക് ബോധ്യമാകും. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉദ്യോഗസ്ഥരെ നേരിട്ട് ബോധ്യപ്പെടുത്തും. കൂടാതെ കുറെ ആളുകൾ അവരുടെ സാമ്രാജ്യമാണ് ആ ഒരു മാർക്കറ്റിനെ വർഷങ്ങളോളമായി കണ്ടത്. കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ അനധികൃതമായി നിരവധി കെട്ടിടങ്ങൾ ആണ് അവിടെ പണിത് ഉയർത്തിയത്. ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഓഫീസിലിരുന്ന് കാര്യങ്ങൾ വിലയിരുത്തുന്ന കാലം ഇനിയെല്ലാം കഴിഞ്ഞു. ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് പരാതികൾ മനസ്സിലാക്കുക എന്നതാണ് നിലവിലെ ഭരണസമിതിയുടെ തീരുമാനം. ക്രമക്കേടുകൾ കാണിച്ചവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും പറഞ്ഞിരിക്കുകയാണ്.